ബന്ധങ്ങളിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ അത് ഏതും ആയിക്കോട്ടെ, അമിതമായിട്ട് നിയന്ത്രണം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ലൈഫിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് ഒരു മീനിങ്ഫുൾ ആയിട്ട് ജീവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീഡം നമ്മുടെ ലൈഫിൽ ഉണ്ടായേ പറ്റുള്ളൂ. എല്ലാവരുടെയും ഒരു ഹ്യൂമൻ റൈറ്റ് ആണത്, അല്ലേ? ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ ലൈഫിനൊക്കെ മീനിങ്ഫുൾ ആക്കുന്ന ഒരു വേർഡാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അതിലെല്ലാം ഉണ്ട്, അല്ലേ? പക്ഷേ ഈ ഫ്രീഡം ഇല്ലാണ്ട് ജീവിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു കഷ്ടപ്പാടാണതല്ലേ? ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടി പോകും. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടൊന്ന് ജീവിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അമിതമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതോ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുത്തു പോകും, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ അമിതമായിട്ട് ഒരു ഓവർ കൺട്രോൾ റിലേഷൻഷിപ്പിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിലായാലും ഏതും ആയിക്കോട്ടെ കേട്ടോ. ഫ്രണ്ട്ഷിപ്പിലും ഒത്തിരി കൺട്രോളിങ് കൊണ്ടുവരുന്ന ഒത്തിരി ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് പോസിറ്റീവ്നെസ് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ഈ അമിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺട്രോളിങ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് അതിൻ്റെ സയൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മറ്റു ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ നിങ്ങൾക്ക് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലേ? നമ്മളെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊരാളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാനും നമുക്ക് പറ്റില്ല. നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് ഒട്ടനവധി ഫ്രണ്ട്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം, ഒന്ന് ചിൽ ഔട്ട് ചെയ്യണം, ഒന്ന് ഹാങ് ഔട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പക്ഷെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാത്തൊരു പാർട്ട്ണർ അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ബിക്കോസ് അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു ചീപ്പായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും. അത് ഭയങ്കര പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ വേറൊരാളുമായിട്ടും കണക്റ്റഡ് ആവണ്ട എന്ന് ആഗ്രഹിക്കുന്ന, അയാളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു സ്നേഹമായിരിക്കും അത്. അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സിനായിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ അയാൾ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാവാൻ പോലും ചാൻസ് ഇല്ലാത്ത വഴിയിലൂടെ നമ്മളെ മൈൻഡ് അയാൾ മാറ്റിയെടുക്കും. അവർ നമ്മളടുത്ത് പറയും, എന്താണ് നീ ആ ആൾക്കാർ ശരിയല്ല, നീ അവരായിട്ട് അധികം പെരുമാറേണ്ട ആവശ്യമില്ല, ആ പയ്യൻ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫാമിലി ശരിയല്ല, അവർ നമ്മളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അവർ നശിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നീ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് നിന്നെ അത്രയും നേരം കിട്ടാണ്ടായി പോവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ വേണം എപ്പോഴും ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ടുള്ളൊരു കണക്ഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി വിടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്തരത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറെ ഒരു വെറുപ്പുണ്ടാക്കാനുള്ള ഒരു ചാൻസ് വരും. ബിക്കോസ് നമ്മൾ എത്രയൊക്കെ നല്ല കാര്യം ചെയ്താലും അതിനൊക്കെ ജഡ്ജ് ചെയ്ത് അതിൽ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ട് അതിനെ തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് ജഡ്ജ് ചെയ്തിട്ട് അത് ശരിയല്ല, നീ എന്താ അങ്ങനെ ചെയ്തത്, അത് മാറ്റണം, എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോസിറ്റീവ് സൈഡ് ഒന്നും കാണാണ്ട്, അതിനെ ഒന്നും അപ്രിഷിയേറ്റ് ചെയ്യാണ്ട് നമ്മുടെ നെഗറ്റീവ്സ് മാത്രം കണ്ട് അതിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫ് നല്ല ബോറായിരിക്കും. നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് തന്നെ പോകെ തോന്നിപ്പിക്കും. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ
ഇരിക്കുന്നതെങ്കിൽ. അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ അവരുടെ ടൂളാക്കി മാറ്റും. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊക്കെ നമ്മളെ വിമർശിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് പോലും വിലയിരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. നമ്മൾ മേ ബി നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം അത് വേറെ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനിലായിരിക്കും അവർ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി എന്താണ് ചിന്തിക്കുക, ആ വ്യക്തിക്ക് നമ്മളെടുത്ത് അത്രത്തോളം സ്നേഹമുണ്ട്, എനിക്ക് തിരിച്ചാണെങ്കിലും അങ്ങനെയാണ് സ്നേഹം, അപ്പോൾ അവർ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, എൻ്റെ തെറ്റൊന്നും എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി തരുന്ന ഒരു പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വയം കുറ്റബോധം തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് സ്വയം തോന്നിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു എക്സലന്റ് സ്കില്ലുള്ള ഒരു പാർട്ട്ണറായിരിക്കും നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. പിന്നെ ഇത്തരം റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈൻ അല്ലെങ്കിൽ ഒരു അടയാളമാണ് എന്ത്, നമ്മുടെ ഒരു പേഴ്സണൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് കയറി വിളയാടാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്താണ്, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ്, ഇൻസ്റ്റഗ്രാം പാസ്വേഡ്, ഫേസ്ബുക്ക് പാസ്വേഡ്, വാട്സപ്പ് പാസ്വേഡ്, അല്ലെങ്കിൽ ഗാലറി, എന്തോ എവിടേക്കാണോ പാസ്വേഡിൽ അതൊക്കെ നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ മെസ്സേജസും കാര്യങ്ങളും ഫോൺ കോൾസും ഹിസ്റ്ററിയും എല്ലാം ചെക്ക് ചെയ്യും. നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ നമ്മുടെ മെസ്സേജസ് ഒക്കെ വായിച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും, നീ എന്തിനാ അയാൾക്ക് ഈ ഒരു മെസ്സേജ്, എന്തിനാ അയാളെ വെച്ച് കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത്, എന്നിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജസുകളൊക്കെ അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ എന്ത് പേഴ്സണൽ കാര്യങ്ങളിലും കയറി ഇടപെടും. നമുക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞാൽ പോലും അവർ കയറി ഇടപെടും. ബിക്കോസ് എന്ത് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നീ എൻ്റെ വൈഫാണ്, നീ എൻ്റെ ലവറാണ്, നമ്മൾ നാളെ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണ്, അങ്ങനെ ഓരോരോ റീസൺസ് പറഞ്ഞ് നമുക്ക് പോലും ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ലെവലിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്ന ഒരു പാർട്ട്ണറായിരിക്കും നിങ്ങൾക്കുള്ളത്. അപ്പം ഇത്തരം ഒരു സയൻസ് ഒക്കെ ഉള്ള ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഇത്തരം അടയാളങ്ങളൊക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് മനസ്സിലാക്കുക, നിങ്ങൾ ഓവർ കൺട്രോൾഡ് ആയിട്ട് അയാളുടെ അണ്ടറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറ്റം പറയല്ലേ ഞാൻ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രമായിരിക്കും ഈ സാക്രിഫൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടായിരിക്കുക. ഗേൾ ഓർ ബോയ് ആരും ആയിക്കോട്ടെ. ചില ഗേൾസ് കൺട്രോൾഡ് ആയിരിക്കില്ല, ചില ബോയ്സ് കൺട്രോൾഡ് ആയിരിക്കില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും, ആരും ആയിക്കോട്ടെ, ഏതൊരു പാർട്ട്ണറും ആയിക്കോട്ടെ, XY. അപ്പോൾ ഇത് ഒരാൾ മാത്രം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരാൾ ഇതെല്ലാം പറയും, നീ അങ്ങനെ മാറണം, ഇങ്ങനെ മാറണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ചെയ്യണ തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കൺട്രോൾഡ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ മറ്റേ ആൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നും ചെയ്യാണ്ട് അയാളായിട്ട് തന്നെ നിന്നിട്ട് അയാളുടെ റൂട്ട് എന്താണോ അത് അയാൾ പക്കയായിട്ട് കൊണ്ടുപോയിട്ട് നമ്മളെല്ലാം മാറ്റി അയാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അയാളുടെ കാൽച്ചുവട്ടിൽ കടന്നിട്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഒരു എൻഡിൽ നമ്മൾക്ക് എന്താണ്, ആ അണ്ടറിൽ നിൽക്കുന്ന ആൾക്ക് എന്താണ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെ എൻ്റെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, ഇത്രയും മിസ്റ്റേക്കുകൾ വരുമ്പോൾ എന്നെ ഇതുപോലൊരു വ്യക്തിനെ കിട്ടിയത് എനിക്ക് ലക്കാണ്, അല്ലെങ്കിൽ എന്നെ ഇതുപോലെ ഒരാൾ സ്നേഹിക്കുന്നത് തന്നെ ലക്കാണ്, എൻ്റെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്കുകൾ വരുമ്പോൾ വേറൊരാൾ എന്നെ ഇതുപോലെ സ്നേഹിക്കില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ളത് സ്വയം ഒന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അതൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾക്കും രണ്ട് ടേസ്റ്റ് ആയിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. എന്താണ് റെസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരും, നിങ്ങൾ ഇവിടെ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് വിളമ്പി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോയി കഴുകി വെക്കുക, വരുമ്പോഴേക്കും ചായ എടുത്ത് കൊണ്ടുവയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ അതെന്നൊക്കെ പറയുന്ന റെസ്പെക്റ്റ് അതൊക്കെയാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഭാര്യയെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ റെസ്പെക്റ്റ് എന്ന് പറയാം, അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ നല്ലൊരു റിലേഷൻഷിപ്പിൽ അതിനേക്കാൾ ഉപരി റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതല്ല, അവരുടെ നീഡ്സ് ഒത്തിരി ഉണ്ടായിരിക്കും, അവരുടെ ഡ്രീംസ് ഒത്തിരി ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കരിയർ, അവരുടേതായിട്ടുള്ള റിലേഷൻസ്, അല്ലേ, അവരുടേതായിട്ടുള്ള സർക്കിൾ, അങ്ങനെ രണ്ട് വ്യക്തിയെയും ആ
അവരുടെ നീഡ്സിനെയും ഡ്രീംസിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ തന്നെ അതിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് താനെ വരും, അതിൽ ആ സ്നേഹം താനെ വരും, അതിൽ ആ റെസ്പെക്റ്റ് താനെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കും. ഇതൊന്നുമില്ലാണ്ട് കൺട്രോൾ ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതോ റിലേഷൻഷിപ്പിലും ഒരു വാല്യൂ അഡിഷൻ, നിങ്ങളെ വാല്യൂ കൂട്ടുന്ന രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, സെൽഫ് ഗ്രോത്ത് ഉണ്ടോ, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇരിക്കുക. അല്ലാണ്ട് ആർക്കും വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ത്യജിച്ച് സാക്രിഫൈസ് ചെയ്തിട്ട് എല്ലാം നശിച്ച ഒരാളുടെ കാൽക്കീഴിൽ പോയി കിടക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡിഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ബെറ്റർ ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അല്ലാണ്ട് കുറേ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം അയാൾക്ക് വേണ്ടി ത്യജിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റീചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത്.